ഇന്നത്തേത് ഇലക്ഷൻ ഡേയിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ രാവിലെ തന്നെ പോകുമ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ടാ പോയത്. വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു 50 മീറ്റർ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള ഒരു SNDP ഹോളായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബൂത്ത്. ഇത്തവണ ഭയങ്കര കർശന നിയന്ത്രണത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം മൊബൈൽ ഫോൺ വരെ പുറത്ത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ്, അതായത് വോട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കാക്ടസ് ഫുള്ള് ഫ്ലവറിംഗ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു മാസം മുമ്പ് ഇതുപോലെയൊക്കെ ഫ്ലവറിംഗ് ഒക്കെ വന്നതാട്ടോ. എൻ്റെ ചെറിയ കാക്ടസ് ആണ്. ഞാൻ ഈ കാക്ടസ് നട്ടിട്ട് ഏകദേശം 1 ഇയർ ഒക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ മേടിച്ച് വെച്ച് എൻ്റെ കയ്യിൽ കുറച്ച് കാലം ഒരു 2-3 മാസമൊക്കെ ഞാനിങ്ങനെ നടാണ്ട് ആ ഗ്രോ ബാഗിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു പ്ലാന്റ് ആണ്. പിന്നെ അതേ നന്നായിട്ട് ഫ്ലവറിംഗ് ഒക്കെ വന്നപ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ആ ഫ്ലവറിന്. പിന്നെ പലരുടെയും സംശയമാണ് കാക്ടസ് നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പാമ്പ് കയറും. എൻ്റെ അഭിപ്രായത്തിൽ അതിൽ പാമ്പ് കയറില്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം അതിലിങ്ങനെ ഒരു ചെറിയൊരു മുള്ള് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിലിപ്പോൾ നമ്മുടെ കൈ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പിടിക്കും. അതുകൊണ്ട് തന്നെ ജീവനിൽ കൊതിയുള്ള ഒരു പാമ്പും ആ പ്ലാന്റിൽ കയറി കളിക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അങ്ങനെ നേരെ കിച്ചണിലേക്ക് വന്നപ്പോൾ കുറച്ച് തണ്ണിമത്തം ഫ്രിഡ്ജിലിരിക്കണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ജ്യൂസ് അങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ. പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ. ഈ ചൂടത്ത് എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ഈ തണ്ണിമത്തൻ ജ്യൂസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജാറിൽ കൊള്ളാവുന്ന തണ്ണിമത്തങ്ങ ഞാൻ അതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ഞാൻ കുറച്ച് വെള്ളം കേട്ടോ ചേർക്കുള്ളൂ. ഓൾറെഡി ഇത് വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ തണ്ണിമത്തൻ്റെ ഫ്ലേവർ ഒക്കെ മാറിപ്പോവേ. അതിൻ്റെ ഇടയിൽ കുറച്ച് അലുവ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തലേന്ന് മേടിച്ചത്. അപ്പോൾ എനിക്ക് കുറേ ദിവസം ഇങ്ങനെ മധുരം കഴിക്കാണ്ടിരിക്കും വേണ്ടല്ലോ, എന്തോ പോലെ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് പെട്ടെന്ന് ഒരു കൊതി വരും. എനിക്ക് അലുവയിൽ കൂടുതലും ഇഷ്ടം കറുത്ത അലുവയാണ് കേട്ടോ. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അലുവ. അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസ് കുടിച്ചപ്പോൾ ഉണ്ടല്ലോ മധുരം അത്ര പോരായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടാമത് കൊണ്ടുവന്ന് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് മോള് മധുരം വപ്പിച്ചൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നല്ല തണുത്ത ജ്യൂസ് അങ്ങോട്ട് കുടിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ള മക്കളെ, എല്ലാവർക്കും ഓക്കെ, ബൈ.